ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് വെറും 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു പിങ്ക് കളർ മിൽക്ക് ഷേക്ക് കണ്ടാലോ? ഇത് കണ്ടാൽ കുട്ടികൾ തീർച്ചയായും ചോദിച്ചു വാങ്ങിച്ച് കുടിക്കും. കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കുട്ടികളെ വളരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കൂ. ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയൊരു ടിപ്പ് ചേർത്താൽ ഈ ഡ്രിങ്കിൻ്റെ രുചി ഇരട്ടിയാകും. അപ്പോൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കസ്കസ് വളരെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. നന്നായിട്ടത് പെരുവി വേർത്ത് വരുന്നതാണ്. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ 2 പാളയംതൊടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുക. ഞാനിവിടെ 1/4 ബൗളും പഞ്ചസാരയാണ് എടുക്കുന്നത്. മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് പാല് കൂടി ചേർത്ത് കൊടുക്കുക. 1.5 ഗ്ലാസ് പാലാണ് ചേർത്തിരിക്കുന്നത്. ഈ ഡ്രിങ്ക് ഒന്ന് കുറച്ചുകൂടി ടേസ്റ്റിയാക്കാനായിട്ട് കുറച്ച് മിഠായി മേറ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇത് കയ്യിലില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം കുറച്ചുകൂടി പഞ്ചസാര ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. 1 സ്പൂണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മളിതിലിട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല കളർഫുള്ളാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് പഴവും മിൽക്ക് മെയ്ഡും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഹെൽത്തിയുമാണ്, കുറച്ചുകൂടി ടേസ്റ്റിയുമാണ്. ഈ ഒരു ഡ്രിങ്കിലേക്ക് കുതിർത്ത് വെച്ച കസ്കസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഹെൽത്തിയും ടേസ്റ്റിയും കളർഫുള്ളുമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഡെക്കറേഷനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. കുട്ടികൾക്ക് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാവും. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത രുചികരമായ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.